എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള PWD കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ബോർഡിൻ്റെ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. ജൂലൈ 3 അതുപോലെ തന്നെ ജൂലൈ 5 തീയതികളിലായിട്ടാണ് തിരുവനന്തപുരത്തെ ഒരു ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ വെച്ച് വിദ്യാർത്ഥികളുടെ ഒരു മെഡിക്കൽ ബോർഡ് നടക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷാർത്ഥികളുടെ അനുയോജ്യത നിർണ്ണയിക്കുന്നതിനായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലാണ് അപേക്ഷിക്കാൻ പറ്റുക എന്നത് സംബന്ധിച്ചുള്ള അത് നിർണ്ണയിക്കാനായിട്ടുള്ള മെഡിക്കൽ ബോർഡ് 2025 ജൂലൈ 3, 4, 5 തീയതികളിലായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ വെച്ച് നടത്തുന്നതാണ്. മെഡിക്കൽ ബോർഡിന് പങ്കെടുക്കേണ്ട അപേക്ഷകരുടെ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അത് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു PWD കോട്ടയിൽ ഇല്ലാതെ, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ് PWD എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അല്ലാതെ സാധാരണ അപേക്ഷ നിങ്ങളുടെ അപേക്ഷ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചില വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനുകൾ റിജക്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അവിടെ റിമാർക്സ് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണെങ്കിലും ചില വിദ്യാർത്ഥികൾ ഇതിൽ റിമാർക്സ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് റിമാർക്സ് എന്നുള്ളത് നോക്കിയിട്ട് അതിൽ പറയുന്നത് എന്താണ്, അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യമേ തയ്യാറാക്കി വെക്കുക. ചില സമയത്ത് നിങ്ങൾ എഡ്യൂക്കേഷണൽ പർപ്പസ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് പകരം നീറ്റിന് കൊടുത്ത സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ഡോക്യുമെൻറ്റ് വീണ്ടും തയ്യാറാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് റിമാർക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്ക് ആ ഒരു കറക്ഷൻ പീരീഡിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു അപേക്ഷ അല്ലെങ്കിൽ ആ ഒരു സംവരണ വിവരങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ തിരുത്താനുള്ള സൗകര്യം പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആ ഒരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് അത് ആക്സെപ്റ്റഡ് പ്രൊവിഷണലിലാണോ അല്ലെങ്കിൽ റിജക്റ്റഡ് പ്രൊവിഷണലിലാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യമേ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇനി ഈ ഒരു PWD കോട്ടയുടെ ആ ഒരു ഷെഡ്യൂൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണാം 24/6/2025 മെഡിക്കൽ ബോർഡ് ഷെഡ്യൂൾ ഫോർ PWD കോട്ട എന്ന് പറയുന്നത് കാണാം. ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ബോർഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് PWD കോട്ടയിൽ ആ ഒരു അപേക്ഷ വെച്ചിട്ടുള്ള, അതായത് ആ ഒരു PWD കോട്ടയിലേക്ക് ഓപ്ഷനല്ല ആ ഒരു സംവരണം വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ പറ്റുക എന്ന്, അവർക്ക് എത്ര പെർസെൻറ്റേജ് വൈകല്യമുണ്ട് എന്ന് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ഇന്ന കോഴ്സുകൾ പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ബോർഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയല്ല മെഡിക്കൽ ബോർഡ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ ഫോളോയിങ് കാൻഡിഡേറ്റ് ഷുഡ് റിപ്പോർട്ട് ടു ദ മെഡിക്കൽ ബോർഡ് അറ്റ് ദ ഓഫീസ് ഓഫ് ദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഓൺ ദ ഷെഡ്യൂൾ ഡേറ്റഡ് അറ്റ് 9:30 AM. അതായത് രാവിലെ 9:30 തന്നെ തിരുവനന്തപുരത്തെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, അതായത് ഈ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എന്നുള്ള, അതായത് മെഡിക്കൽ കോളേജ് വെച്ചിട്ടാണ് ഈ ഒരു മെഡിക്കൽ ബോർഡ് നടത്തുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ രാവിലെ 9 മണിക്കേക്ക്, അതായത് 9:30 മണിക്കേക്ക് നിങ്ങൾ അവിടെ എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏത് ദിവസമാണോ ഹാജരാവേണ്ടത് ആ ഒരു ദിവസം നിങ്ങൾ തിരുവനന്തപുരത്ത് ഹാജരാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആ ഒരു പേരും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേരും ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴാണ് ഹാജരാവേണ്ട ഡേറ്റ് കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ദിവസം കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ബോർഡിന് ഹാജരാവുക. അപ്പോൾ മെഡിക്കൽ ബോർഡിന് ഹാജരായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് PWD കോട്ടയിൽ പഠിക്കാൻ പറ്റുകയെന്ന് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ ആണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതായത് ഒരു മെഡിക്കൽ ടെസ്റ്റ് അല്ല, ജസ്റ്റ് അത് ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ബോർഡ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു PWD കോട്ട റിസർവേഷൻ വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ ബോർഡിൽ നിങ്ങളുടെ പേര് ആ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദിവസമാണ് ഹാജരാവേണ്ടത് ആ ഒരു ദിവസം നിങ്ങൾ പോയിട്ട് അതിൽ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുത്ത് പിന്നീട് ഈ ഒരു നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ പഠിക്കാൻ പറ്റുമെന്ന് സംബന്ധിച്ചുള്ള ലിസ്റ്റ് പിന്നീട് വെബ്സൈറ്റിൽ വരുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.